കൊടും ക്രിമിനൽ ഷവർമ കടയിലെ ജോലിക്കാരൻ. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊലക്കേസിൽ NIA പിടികൂടിയ പ്രതി അബ്ദുൽ നസീർ ഒളിവിൽ കഴിഞ്ഞത് എറണാകുളം പള്ളുരുത്തിയിലെ ഷവർമ കടയിലാണ്. 3 വർഷത്തോളം പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നാണ് കണ്ടെത്തൽ. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടരുകയാണ്. കേസിൽ പ്രതിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് കടയുടമയുടെ മൊഴി. കൊച്ചിയിൽ നിന്ന് SS ശരൺ നമുക്കൊപ്പം ചേരുകയാണ്. ശരൺ, ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ഈ പ്രവീൺ നെട്ടാരു കൊലക്കേസ്. 3 വർഷമായിട്ട് ഈ പ്രധാനപ്പെട്ട പ്രതി നസീറിനെ അന്വേഷിച്ച് പോലീസ് പരക്കം പായുകയാണ്. എന്നിട്ട് പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഈ കൊച്ചിയിലെ പള്ളുരുത്തിയിൽ ഒരു ഷവർമ കടയിൽ ഇയാൾക്ക് എങ്ങനെയാണ് ഇത്ര കാലം സുരക്ഷിതനായി കഴിയാൻ സാധിച്ചത്? ആരാണ് ഇയാളെ സഹായിച്ചത്? ഇയാളെ കുറിച്ചിട്ട് മറ്റൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള കടയുടമയുടെ മൊഴിയൊക്കെ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ശിവാസ്, 2022 ജൂലൈയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. കൊലപാതകം നടന്നതിന് തൊട്ട് പിന്നാലെ ഈ പ്രധാന പ്രതിയായ അബ്ദുൽ നസീർ കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം പള്ളുരുത്തിയിലേക്ക് എത്തുകയും കഴിഞ്ഞ 3 വർഷമായി പള്ളുരുത്തിയിലെ ഷവർമ കടയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് NIAക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇയാൾ റിയാസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 3 മാസം കൂടുമ്പോൾ മാത്രം ലീവ് എടുക്കും. അതിനുശേഷം നാട്ടിലേക്കാണെന്ന് പറഞ്ഞു പോവുകയും മറ്റ് ചിലയിടങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ ശേഷം ഈ ഷവർമ കടയിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഒഴിവാക്കിക്കൊണ്ടാണ്, അതായത് NIAയുടെ പിടിവിടാൻ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോൺ ഒഴിവാക്കിക്കൊണ്ടാണ് ഇയാൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ, അത് കേരളത്തിലെയും കർണാടകയിലെയും NIA യൂണിറ്റുകളുടെ സംയുക്തമായ ഓപ്പറേഷനിലാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും NIA പരിശോധിക്കുന്നത് പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിയാൻ ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇയാളുടെ കടയുടമയുടെ മൊഴി കടയുടമയെ NIA ചോദ്യം ചെയ്തിരുന്നതാണ്. പക്ഷേ കടയുടമ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഈ കേസിലെ പ്രതിയാണെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ താൻ ജോലി നൽകില്ലായിരുന്നു എന്നുള്ള മൊഴി കൂടിയാണ് ഇയാൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളിലേക്ക് NIA കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പള്ളുരുത്തിയിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ തുടക്കത്തിൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അപ്പോൾ പോലീസ് കണ്ടെത്തിയത് ഈ കൊലപാതകത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് NIA ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ 21 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളടക്കം 2 പേരെ പിടികൂടാൻ കഴിഞ്ഞത്. ശരി ശരി.